പ്രിയമുള്ളവരെ, വിശുദ്ധിയിലേക്ക് വളരാൻ മുറിവുകളെ ഉണക്കുന്ന മനുഷ്യരായിട്ട് തീരട്ടെ. നല്ലപോലെ അനുതാപത്തിന് തലങ്ങളിൽ വളരുന്ന മനുഷ്യരായിട്ട് തീരട്ടെ. നമ്മൾ വിചാരിക്കും നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, ഇതെന്താണ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? സ്വർണം സ്വർണമായി തീർന്ന ഭൂമിയിലായിരിക്കുമ്പോഴല്ലോ, അതിനെ സംസ്കരിച്ചെടുത്തതൊരു പ്രോസസ്സിലൂടെ കടന്നുപോയിട്ടാണ്, തീയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ്, സഹനത്തിന്റെ കഷ്ടതയുടെ തലങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് അതൊരു മൂല്യമുള്ളതായിട്ട് തീർന്നത്. ഇരുമ്പിലേക്ക് വന്നു വീഴുന്ന തുരുമ്പ് വെറുതെ ഇരുന്നിങ്ങനെ തുരുമ്പടിക്കുമ്പോൾ അതിനെ എത്രമാത്രം വേദനയിലൂടെ കടത്തിവിട്ടിട്ടാണ് അതിന്റെ പൂർവാവസ്ഥയിലേക്ക് അത് പ്രാപിക്കുന്നത്. അതുപോലെ മനുഷ്യജീവിതം അതുപോലെ തന്നെയാണ്. നമ്മളിങ്ങനെ വെറുതെ ജീവിച്ച് തുരുമ്പും മാലിന്യവും പാപവും എന്ന് നിറഞ്ഞ് നാം ദൈവത്തിലാണോ ലോകത്തിലാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാതെ പോകുമ്പോൾ വിശുദ്ധനെ പോലെ അനുദപിക്കാൻ, സ്വയം ഒന്ന് കരയാൻ ഈ പെരുന്നാൾ നമുക്കിടയാകും. ആഘോഷങ്ങളൊക്കെ നമുക്ക് അനിവാര്യമായിരിക്കും, പക്ഷേ കണ്ണുനീരിന്റെ ആഘോഷമായി മാറണം. ദൈവസന്നിധിയിൽ നിങ്ങൾ ഒരുക്കുന്ന കണ്ണുനീരാണ് നിങ്ങളുടെ തലമുറകൾക്കുള്ള വലിയ നിക്ഷേപം. എന്താണ് എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ബാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന കണ്ണുനീരാണ്.